നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സുഹാന്റെ മരണത്തിൽ വിറങ്ങലിച്ച് ചിറ്റൂർ അമ്പാട്ടുപാളയും എരുമങ്ങോട് പ്രദേശം. സുഹാന് നിറമിഴകളോടെ വിട. വഴിയാത്രക്കാർക്ക് മുന്നിൽ ചിരിച്ച് കൊഞ്ചിയ മുഖം വിട ചൊല്ലിയത് അപ്രതീക്ഷിതമായി. സുഹാന്റെ മരണത്തിൽ ദുരൂഹത ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭാരതീയ സംസ്കാരം എന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കുടുംബങ്ങളിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് ഗവർണർ വിശ്വനാഥ് ആർലേക്കർ. ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നതാകണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമെന്നും ഗവർണർ. പാലക്കാട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അതിരുദ്ര മഹായാനം തുടരുന്നു. വാണികുളം വല്ലപ്പുഴ റോഡിൽ വേമ്പലത്ത് പാടത്ത് കണ്ടെയ്നർ തലകീഴായി മറിഞ്ഞു. ലോറി പൂർണ്ണമായും തകർന്നു. ലോറിയിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുള്ളൂർക്കരയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സുഹാന്റെ മരണത്തിൽ വിറങ്ങലിച്ച് ചിറ്റൂർ അമ്പാട്ട് പാളയം എരുമക്കോട് പ്രദേശം. സുഹാന് നിറമിഴകളോടെ വിട ചൊല്ലി. വഴിയാത്രക്കാർക്ക് മുന്നിൽ ചിരിച്ചു കൊഞ്ചിയ മുഖം വിട ചൊല്ലിയത് അപ്രതീക്ഷിതമായി. സുഹാന്റെ മരണത്തിൽ ദുരൂഹത ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സഹോദരനുമായുള്ള കളിക്കിടെയുണ്ടായ പിണക്കത്തിന്റെ അരിശം തീർക്കാൻ വീട് വിട്ടിറങ്ങിയ സുഹാനെ ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലാണ് വിധി തട്ടിയെടുത്തത്. സുഹാൻ വീട്ടിൽ നിന്നും 300 മീറ്റർ അകലെയുള്ള കുളക്കരയിലെത്തിയതിനും വിധിയെ പഴിക്കുകയാണ് വീട്ടുകാരും നാട്ടുകാരും. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കാണാതായ സുഹാനെ ഇരുട്ടി വെളുത്തിട്ടും കാണാതായതോടെ ദുരൂഹതയിലേക്കായിരുന്നു സംശയം മുഴുവനും. തട്ടിക്കൊണ്ടുപോയതാകാം എന്ന സംശയത്തെ തുടർന്ന് പരിസരത്തെ CCTVകളെല്ലാം പരിശോധിച്ചിരുന്നു. ഒടുവിൽ കാലത്ത് 9 മണിക്ക് കുളത്തിൽ നിന്ന് മൃതശരീരം കിട്ടിയപ്പോഴും ദുരൂഹതകൾ ബാക്കിയായി. ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് ദുരൂഹതകൾക്ക് വിരാമമായത്. അമ്പാട്ട് പാളയം വിദ്യാലയത്തിലും എരുമങ്കോട് വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതശരീരത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മതപരമായ ശുശ്രൂഷകൾ നടത്തി ബാപ്പ മുഹമ്മദ് അനസിന്റെ നാടായ നല്ലേപ്പള്ളിയിലെ പള്ളിയിലെത്തിച്ചതിനു ശേഷം കബറടക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാരതീയ സംസ്കാരം എന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കുടുംബത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് ഗവർണർ വിശ്വനാഥ് ആർലേക്കർ. ഭാരതീയ സംസ്കാരം കൂടി പഠിപ്പിക്കുന്നതാവണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ താരേക്കാട് നടക്കുന്ന അതിരുദ്ര മഹായാനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. നമ്മുടെ വരുന്ന തലമുറ എന്ത് പഠിക്കുന്നു എന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. പല കടന്നുകയറ്റങ്ങളും ആക്രമണങ്ങളും നമ്മുടെ സംസ്കാരത്തിന് നേരെ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ഇന്ന് ലോകത്തിന് മുമ്പിൽ സംസ്കാരത്തിൻ്റെ മാതൃക തുറക്കുകയാണ്. വരുന്ന തലമുറയെ കൂടി ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയണം. അതിൽ പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് പുതിയ തലമുറ അല്ലെന്നും നാം ഓരോ വ്യക്തികളാണെന്നും അദ്ദേഹം പറഞ്ഞു. What I was referring, gradually our families, our family traditions, our parampara of our Sanatana are being attacked by other people. What we need to do is we have to protect my family. I have to protect my family. Vasudhaiva Kutumbakam is very fair enough and good. What about my Kutumba? My Kutumba has to be protected because of all such aggressions, all such attacks. People are telling us this has come now, all sorts of new digital aggressions are coming up. ഭാര്യാസമേതനായി എത്തിയ ഗവർണറെ പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ചത്. 25-ാം തീയതി തുടങ്ങിയ യജ്ഞം 31-ാം തീയതി സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണികുളം വല്ലപ്പുഴ റോഡിൽ കൈലിയാട് വേമ്പലത്ത് പാടത്ത് മീൻ കയറ്റിയ കണ്ടെയ്നർ തലകീഴായി മറിഞ്ഞു. ലോറി പൂർണ്ണമായും തകർന്നു. ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വേമ്പലത്തുപാടം കള്ളുഷാപ്പിലെ മുൻഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലേക്കാണ് ലോറി മറിഞ്ഞത്. ഇറക്കം കഴിഞ്ഞുള്ള വളവിൽ നിയന്ത്രണം നഷ്ടമായതാണ് മറിയാൻ കാരണമായതെന്നാണ് കരുതുന്നത്. ലോറിയിലുണ്ടായിരുന്ന 2 പേരും ആന്ധ്ര സ്വദേശികളാണ്. വെള്ളിയാഴ്ച 11 മണിയോടെയാണ് ആന്ധ്രയിൽ നിന്നും പച്ചമീനുമായുള്ള കേരളത്തിലെ വളാഞ്ചേരി മാർക്കറ്റിലേക്ക് കണ്ടെയ്നർ പുറപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുള്ളൂർക്കരയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ മുള്ളൂർക്കര മത്സ്യ മാർക്കറ്റിന് സമീപം ഷൊർണൂർ ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന പ്രൈവറ്റ് കാർ നിയന്ത്രണം തെറ്റി ആദ്യം വഴിയാത്രക്കാരനായ ബൈക്കുകാരനെ ഇടിക്കുകയും തുടർന്ന് തൃശൂർ ഭാഗത്തു നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന വെള്ളിമൊങ്ങ ഓട്ടോറിക്ഷയെ ഇടിക്കുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 വണ്ടിയിൽ ഉണ്ടായിരുന്ന 6 പേർക്ക് പരിക്കേറ്റു. പെട്ടെന്നൊരു സൗണ്ട് കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു വണ്ടി ഇവിടുന്ന് മറിയുന്നു കണ്ടു.
പറയുന്നുണ്ട്. അത് ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ അവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ കണ്ടു. അവരൊക്കെ എവിടേക്ക് കൊണ്ടുപോയി? അവർ ആംബുലൻസ് കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജന്മദിന നിറവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജന്മദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 11, 12, 13 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കാരക്കാട് കമ്പനിപ്പടിയിൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം KSSPA ജില്ലാ വൈസ് പ്രസിഡന്റ് VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മൻമോഹൻ സിംഗിന്റെ UPA സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതി എന്തിനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്? രാമസ്വരാജ് ഈ രാജ്യത്തെ പട്ടിണി മാറ്റാൻ വേണ്ടി മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്ത ഗ്രാമീണരായ തൊഴിലാളികൾക്ക്, വീട്ടുകാർക്ക്, വീട്ടമ്മമാർക്ക് ഇവിടെ തൊഴിലെടുത്തുകൊണ്ട് 100 ദിവസമെങ്കിലും ഒരു വർഷത്തിൽ അവർക്ക് സമ്പാദനം നടത്തുന്നതിനും അവരുടെ സമ്പാദ്യം കൊണ്ട് ഈ നാട്ടിൽ വിനിമയം സൃഷ്ടിക്കുന്നതിനും അവരുടെ ദാരിദ്ര്യം അകറ്റുന്നതിനും വേണ്ടിയുള്ള ഒരു സമ്പൂർണ്ണ പരിപാടിയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. യോഗത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി TR സുജിത് അധ്യക്ഷത വഹിച്ചു. ജയപ്രകാശ് C സ്വാഗതവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജിമോൾ നന്ദിയും പറഞ്ഞു. വിനോദ് PV, രാജഗോപാലൻ, കൃഷ്ണകുമാർ K, രഘുനാഥ്, സജിൻ NP, കേശവദാസ്, ആനന്ദകൃഷ്ണൻ, ഉണ്ണിക്കുട്ടൻ, ഹരിദാസൻ, ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇറാൻ ഗ്രൂപ്പിന്റെ വനംവൽക്കരണ പദ്ധതിക്ക് മാങ്കുറിശ്ശിയിൽ തുടക്കമായി. ഈ വർഷം 10 ലക്ഷം തൈകൾ വച്ചു പിടിപ്പിക്കാനാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും വൃക്ഷത്തൈകൾ നടും. പരിസ്ഥിതി പ്രവർത്തകരായ ഷംസുദ്ദീൻ മാങ്കുറിശ്ശി, അപ്പുകുട്ടൻ കല്ലൂർ, KK റഹ്മാൻ, AV രവി കല്ലൂർ, അബ്ദുൾ സമദ് എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത്. വൃക്ഷത്തൈ നടീലിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം പുതിയ ഗൃഹപ്രവേശന ചടങ്ങിൽ വെച്ച് ഉടമ തരുവക്കോട് സ്വദേശി അബ്ദുൾ റസാഖിന് മാവിൻ തൈ നൽകിയാണ് നിർവഹിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ വീട് ഇരിക്കുന്ന വീട്ടിൽ നമ്മൾ പോയി അവർക്ക് വേണ്ടി നമ്മളൊരു തൈ ആദ്യമായിട്ടാണ് ഇവിടെ ഉദ്ഘാടനം. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ വിവാഹിതരാകുന്ന വധുവരന്മാരുടെ വീടുകൾ സന്ദർശിച്ച് അവർക്കും അതുപോലെ ഈ പ്രകൃതിയിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ മരങ്ങളും മറ്റു വൃക്ഷത്തൈകളും നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തുടക്കം കൂടിയാണ് ഇന്ന്. തുടർന്ന് വിവിധയിടങ്ങളിൽ തണൽ മരങ്ങളും വൃക്ഷത്തൈകളും നടുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ഷംസുദ്ദീൻ മാങ്കുറിശ്ശി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വേനൽക്കാലം അടുക്കുന്നതിനാൽ കുടിവെള്ള ദൗർലഭ്യം ഒഴിവാക്കുന്നതിനായി നിലവിൽ നടക്കുന്ന കുടിവെള്ള പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. പാലക്കാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ MLAമാർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. അമ്പലപ്പാറ, കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ് മേഖലയിലെ കുടിവെള്ള ദൗർലഭ്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് K പ്രേമകുമാർ MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം മണ്ഡലത്തിലെ ശ്രീകൃഷ്ണപുരം ലക്ഷം വീട് ഉന്നതിയിലെ മലൈപ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് ജില്ലാ വികസന സമിതിയുടെ തീരുമാനപ്രകാരം സർക്കാരിലേക്ക് കത്തയക്കും. തണ്ണീർപന്തൽ, കാരാകുറിശ്ശി റോഡിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് ബാരിക്കേഡുകൾ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. വടക്കഞ്ചേരി ടൗണിലെ അനധികൃത കച്ചവടം, ഗതാഗതക്കുരുക്കും ഒഴിവാക്കുന്നതിന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് യോഗം നടത്തി പരിഹാരം കണ്ടെത്തണമെന്ന് P സുമോദ് MLA പറഞ്ഞു. വടക്കഞ്ചേരി മംഗലം പാലം മുതൽ വള്ളിയോട് വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിനാൽ ടാറിംഗ് പ്രവൃത്തികളും മണ്ഡലത്തിലെ റോഡുകളും അറ്റകുറ്റപ്പണികളും വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ഡിസംബർ 31-നകം ഒന്നാം വിള നെല്ല് സംഭരണം പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇതുവരെ 54.34 കോടി രൂപ കർഷകർക്ക് നൽകിയതായും ജില്ലാ പാടി ഓഫീസർ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രതിനിധിയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. കർഷകർക്കുള്ള വില ഇൻഷുറൻസ് ക്ലെയിമുകൾ നൽകിയിട്ടുണ്ടെന്നും 2024 മെയ് വരെയുള്ള ക്ലെയിം തുക വന്നിട്ടുണ്ടെന്നും ജില്ലാ പാടി ഓഫീസർ അറിയിച്ചു. ചിറ്റൂർ മണ്ഡലത്തിലെ ഫിഷ് മിൽ നിർമ്മിക്കുന്ന സ്വകാര്യ സ്ഥാപനം അന്തരീക്ഷ മലിനീകരണമുണ്ടാക്കുന്ന പരിസരവാദികളുടെ പരാതി ഗൗരവമായി കാണണമെന്നും ജില്ലാ കളക്ടർ നേരിട്ട് പരിശോധിക്കണമെന്നും മന്ത്രിയുടെ പ്രതിനിധി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഷൊർണൂർ എലിയമ്പറ്റ കുളപ്പള്ളി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്നും ജനുവരി 31-നകം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P മമ്മിക്കുട്ടി MLA അറിയിച്ചു. ചെർപ്പുളശ്ശേരി ആശുപത്രിയിൽ MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച എക്സ്റേ യൂണിറ്റിന്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ ഉടനെ ആരംഭിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പട്ടാമ്പി കുലുക്കല്ലൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിന് ഡിസംബർ അവസാനം DPR സമർപ്പിക്കുമെന്ന് DMO അറിയിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S സജീദ് അധ്യക്ഷത വഹിച്ചു. MLAമാരായ PP സുമോദ്, K പ്രേംകുമാർ, P മമ്മിക്കുട്ടി,
വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതിനിധി എസ് വിനോദ് ബാബു, RDO കെ മണികണ്ഠൻ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ M ദൊര, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പേരൂരിൽ നിർധനരായ 2 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സൗജന്യമായി ഭൂമി നൽകി 72കാരിയായ വീട്ടമ്മ. ഈസ്റ്റ് പേരൂർ പുത്തൻപുരയിൽ ശകുന്തളയാണ് 2 നിർധന കുടുംബങ്ങൾക്കും ഇതിനു പുറമെ SNDP ഓഫീസ് നിർമ്മിക്കാനും ഭൂമി സൗജന്യമായി നൽകിയത്. SNDP ഈസ്റ്റ് പേരൂർ ശാഖയ്ക്ക് 3 സെന്റ് ഭൂമിയും വീട് വയ്ക്കുന്നതിനായി പുത്തൻപുരയിൽ സുരേഷിനായ 4 സെന്റ് ഭൂമിയും വാണിയംകുളം മനശ്ശേരി സ്വദേശിനിയായ സ്വാതി മണികണ്ഠന് 4 സെന്റ് ഭൂമിയുമാണ് സൗജന്യമായി നൽകിയത്. ഈസ്റ്റ് പേരൂരിലെ പുത്തൻപുരയിൽ ശകുന്തളയാണ് സൗജന്യമായി ഭൂമി ദാനം ചെയ്ത്. ഭർത്താവിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഭൂമി നൽകിയതെന്ന് ശകുന്തള പറഞ്ഞു. 3 പേർക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുന്ന വിധം കുറച്ച് സ്ഥലം ഞങ്ങൾ കൊടുത്തു. 4 സെന്റ് വീതം കൊടുത്തു. SNDPക്ക് 3, മറ്റൊന്ന് 4, 2 പേർക്ക് 4. അവർ പാവങ്ങൾ അനുഭവിക്കട്ടെ, നമ്മളെല്ലാവരും പോയില്ലേ. പിന്നെ അതുപോലെ എല്ലാവരും കൊടുക്കട്ടെ, ആരെങ്കിലുമൊക്കെ കൊടുക്കട്ടെ. കുറേശ്ശല്ലേ പാവങ്ങൾ ഇഷ്ടം പോലെ കിടക്കല്ലേ. പെരുങ്ങോട്ടുകുറിശി അഗ്രഹാരത്തിലാണ് ഇപ്പോൾ ശകുന്തളയുടെ താമസം. ചടങ്ങിൽ നാട്ടിലെ പ്രമുഖരും SNDP ഭാരവാഹികളും പങ്കെടുത്തു. ഇവർക്കുള്ള ഭൂമിയുടെ രേഖകളും ശകുന്തള ഉടമകൾക്ക് കൈമാറി. ശകുന്തളയുടെ പ്രവർത്തനങ്ങളെ SNDP ഭാരവാഹികൾ ഏറെ അഭിനന്ദിച്ചു. SNDP സെക്രട്ടറി V രാജൻ, വൈസ് പ്രസിഡന്റ് R ഷാജീവ്, യൂണിയൻ അംഗം KM കണ്ണൻ മാസ്റ്റർ, പ്രസിഡന്റ് K രാമേന്ദ്രൻ, വിനോദ് കല്ലിങ്കൽ, P കനകലത തുടങ്ങിയവരും സംബന്ധിച്ചു. ജനോപകാരപ്രദമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ശകുന്തള ചേച്ചി മുഴുകുന്നത് നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു മാതൃകയാവണം എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. അവരുടെ ഈ നല്ല മനസ്സിന് ഇത്രയും തീരെ നിർദ്ധനരായിട്ടുള്ള 2 പേർക്ക് വീട് വയ്ക്കാൻ കൊടുത്ത വലിയ ഒരു പ്രവൃത്തി, വലിയൊരു പുണ്യ പ്രവൃത്തി, എത്ര പറഞ്ഞാലും അതിൻ്റെ വൈശിഷ്ട്യം എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയും നല്ല പ്രവർത്തനങ്ങൾ, അത്രയും നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ശകുന്തള ചേച്ചിക്ക് എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. സന്തോഷവും സ്നേഹവും നന്ദിയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി ഗവൺമെൻറ് ഹൈസ്കൂളിലെ 1973-74 SSLC ബാച്ചിൻ്റെ സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥികളിലെ മുതിർന്ന അംഗം അമ്മണിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വളരെ നീണ്ട 52 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു പുനഃസമാഗമമാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏതാണ്ട് നമ്മൾ പ്രതീക്ഷകൾക്കപ്പുറമായിട്ടും ഏതാണ്ട് ഒരു 90ഓളം പേര് പങ്കെടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ പല വിവിധ വിദേശ രാജ്യങ്ങളിൽ പോലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. പല സർക്കാരിൻ്റെ വിവിധ ഉദ്യോഗസ്ഥാനങ്ങളിൽ വിരമിച്ചിട്ടുള്ളവരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വളരെ നീണ്ട ഈ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ട് നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിയുന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി അവസരത്തിൽ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നാം ഏകദേശം 90ഓളം അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥിയിലെ മുതിർന്ന അംഗം അമ്മണിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. മുൻ അധ്യാപകരായ അലവിക്കുട്ടി, KT രാമചന്ദ്രൻ, ലിസി, ഉണ്ണികൃഷ്ണൻ, പൂർവ്വ വിദ്യാർത്ഥികളായ M ശശികുമാർ, NK ഗിരിജ, ഗീതാ വാസുദേവൻ, KM രാമകൃഷ്ണൻ, PI സുലൈമാൻ, തോമസ് ജോൺ വർഗീസ്, ആമിന, മേരി, TV ശങ്കരൻകുട്ടി, നസീർ തുടങ്ങിയവർ സംസാരിച്ചു. V രാമചന്ദ്രൻ സ്വാഗതവും രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഉച്ചയ്ക്ക് സദ്യയും ഒരുക്കിയിരുന്നു. കൃഷ്ണാനി ദേഗനി ബാരു കൃഷ്ണാനി ദേഗനി ബാരു കൃഷ്ണാനി ദേഗനി ബാരു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ദേശമംഗലം യൂണിറ്റ് കൺവെൻഷൻ ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു. AKTA തൃശൂർ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ആ ക്ഷേമനിധിയിലെ ഓരോ ഘട്ടത്തിലും അതിന്റെ കുറവുകൾ എന്തെന്ന് പരിശോധിച്ച് അതിനാവശ്യമായ സമരമെങ്കിൽ സമരം, തടയലാണെങ്കിൽ തടയല്, എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിച്ച് ചെയ്തതിൻ്റെ ഒക്കെ ഭാഗമായി ഇന്ന് അതിന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ഏറ്റവും നല്ല ക്ഷേമനിധി ബോർഡായി നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഏറ്റവും നല്ല ക്ഷേമനിധി ബോർഡ് ഏതാണ് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ അത് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ്.
അതിനെ ആ നിലയിലേക്ക് ആക്കിയത് AKT എന്ന പ്രസ്ഥാനമാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് അതിൻ്റെ ഓരോ ഘട്ടവും പരിശോധിച്ചത് നമ്മളെല്ലാവരും കൂടിയാണ്. നമ്മൾക്ക് വേണ്ടിയാണ് നമ്മുടെ നേതാക്കളൊക്കെ തന്നെ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. സി രതി അധ്യക്ഷത വഹിച്ചു. AKTA യൂണിറ്റ് അംഗമായി പ്രവർത്തിച്ചിരുന്ന KC സന്ധ്യ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റതിനെ തുടർന്ന് പൊന്നാടയും മെമ്മന്റോ നൽകി ആദരിച്ചു. കൂടാതെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി MA ദാമോദരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി MT രമ്യ സംഘടന റിപ്പോർട്ടും ട്രഷറർ TP പ്രമീള വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. K അനില സ്വാഗതവും MV സിന്ധു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേളശ്ശേരി ഹൈസ്കൂളിലെ 1980 SSLC ബാച്ചിൻ്റെ സഹപാഠി സംഗമം നടന്നു. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം ധരിച്ച് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. KS അബ്ബാസ്, M രാധാകൃഷ്ണൻ, KV ഉണ്ണികൃഷ്ണൻ, ഗോപകുമാർ, ഉദയകുമാർ, KV രാജകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സഹപാഠികൾ എത്തിയിരുന്നു. വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. ഹൈസ്കൂളിൽ പഠിച്ച അനുഭവങ്ങൾ സഹപാഠികൾ വിവരിച്ചു. കരോക്കെ ഗാനാലാപനവും സംഘഗാനവും തിരുവാതിരക്കളിയും ക്വിസ് പ്രോഗ്രാമും കവിതാലാപനവും നടന്നു. നരചൂഴും നമുക്കും ചിരിക്കുക മാവോവിൻ വിശ്വാസമിട്ടോർമ്മകൾ മുഴങ്ങുമ്പോൾ നാം പോകുകൾ വീണ്ടും ജീവിതമധുമാസം. പങ്കെടുത്ത എല്ലാവർക്കും മെമ്മന്റോ നൽകി ആദരിച്ചു. 45ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വരണാധികാരി പക്ഷം ചേർന്ന് വോട്ടിംഗ് നടത്തിയതായി ആരോപണം. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത്. വോട്ട് പരസ്യമായി ചെയ്യുകയും പെട്ടിയിൽ ഇടേണ്ട വോട്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കാണിച്ച ശേഷമാണ് CPM അംഗങ്ങൾ വോട്ട് പെട്ടിയിലിട്ടതെന്നും നേതാക്കൾ ആരോപിച്ചു. ആരോ പക്ഷം ചേർന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ല മനസ്സിലായിട്ടുള്ളതാണ്. ആരോനോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതായിരുന്നു, വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് അത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെയും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെയും കാണിച്ചുകൊണ്ടാണ്, അതിൽ തിരുത്തലുകൾ വരുത്തിക്കൊണ്ടാണ് ബോക്സിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ട് അവിടെ നമ്മൾ എതിർത്ത് സംസാരിച്ചപ്പോൾ ആരോ അതിനെതിരെ ഒരു ശബ്ദം പോലും ഉണ്ടാതെ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 7ഉം 6ഉമാണ് UDFിന്റെയും LDFിന്റെയും കക്ഷിനില. അവിടെ ജയപരാജയമല്ല അവിടെ നമുക്ക് ആവശ്യം. അവിടെ ആര് ജയിച്ചാലും പരാജയപ്പെട്ടാലും ഇലക്ഷൻ നടക്കേണ്ടത് ജനാധിപത്യ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും നടക്കാൻ പാടാത്ത രീതിയിലാണ് ഇലക്ഷൻ നടന്നിട്ടുള്ളത്. ഒരു CPM പാർട്ടി ഓഫീസിൽ നടക്കേണ്ട ഒരു വോട്ടെടുപ്പാണെന്നാണ് മണ്ഡലം കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. മെമ്പർമാർ സുതാര്യമായി വോട്ട് ചെയ്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വളരെ മോശമായ രീതിയിൽ ഒരു CPM പ്രവർത്തകൻ ചെയ്യുന്ന രീതിയിലാണ് ആരോ ഇന്നലെ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത് നമുക്ക് കാണാൻ സാധിച്ചു. കുളപ്പള്ളി SN കോളേജ് അലുമിനി മീറ്റ് ഡോക്ടർ D നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെയും ആദരിച്ചു. കുളപ്പള്ളി SN കോളേജ് അലുമിനി മീറ്റ് ഞായറാഴ്ച രാവിലെ സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ചു. റിട്ടയർഡ് കോമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ D നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. 1819 തൃശ്ശൂർ സെന്റ് തോമസ് കോളേജ് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ 100 വർഷത്തിലധികം കഴിഞ്ഞു. അവിടെ അലുമിനി വിളിച്ചാൽ ഓൺലൈൻ അലുമിനി വിളിച്ചാൽ പോലും 100 പേരെ കഴിയും. കാരണം പഠിച്ചു പോയ കുട്ടികളൊക്കെ വിവിധ മേഖലകളിൽ വലിയവരായി തിരക്കുള്ളവരായി അല്ലെങ്കിൽ വരാൻ താല്പര്യമില്ലാത്തവരായി. ഈ കലാലയത്തിൽ ചെറിയ കലാലയമാണ് തോന്നുന്നത്. SN കോളേജിൽ നിന്ന് പറയുന്ന മുഴുവൻ പേര് അറിയുന്ന ആ കലാലയങ്ങളുണ്ട്. MPM SND കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഫുൾ ഫോം പഠിച്ചത്. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല മുഖ്യാതിഥിയായിരുന്നു. അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ്
സുബിൻ ചെറുതുരുത്തി അധ്യക്ഷത വഹിച്ചു. MR മുരളി, ഫാത്തിമ ടീച്ചർ, അലുമിനി അസോസിയേഷൻ സെക്രട്ടറി സി മുകുന്ദൻ, വി പ്രീത, അനന്തുകൃഷ്ണ, ഡോക്ടർ വിദ്യ, പി സുജ, PV സൂരജ്, NP കൃഷ്ണകുമാർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P രജനി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർ D നീലകണ്ഠൻ ഉൾപ്പെടെയുള്ള മുതിർന്ന അധ്യാപകരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരപരിധിയിലെ നെടുങ്കോട്ടൂർ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷവും കുടുംബസംഗമവും ഞായറാഴ്ച നടന്നു. ഷൊർണൂർ പോലീസ് CI രവികുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ നെടുങ്കോട്ടൂർ റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷവും കുടുംബസംഗമവും ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഷൊർണൂർ അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ CI രവികുമാർ ഭദ്രദീപം തെളിയിച്ച് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സാന്നിധ്യം കൊണ്ടായിരിക്കാം അങ്ങനൊരു നല്ല പേര് സ്ഥലത്തിൽ വന്നിട്ടുള്ളത്. എന്തായാലും അത് തുടരട്ടെ. ഈ സംഘടന, ഈ കുടുംബം വളരെ കാലം വളരെ ആരോഗ്യപരമായി മുന്നോട്ട് പോട്ടെ. വിശക്കുന്നവന് ഭക്ഷണമായി മാറട്ടെ, തണുക്കുന്നവന് പുതപ്പായി മാറട്ടെ, തണലായി മാറട്ടെ. പരസ്പരം ആശ്വാസവാക്കുകൾ പറയാൻ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൂടിച്ചേരട്ടെ. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് MV ശശികുമാർ അധ്യക്ഷത വഹിച്ചു. KR മോഹനദാസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുരേന്ദ്രൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ചടങ്ങിൽ കേക്ക് മുറിക്കലും ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ പാപ്പുള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ K കൃഷ്ണകുമാർ, P സിന്ധു, പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. MK രാമചന്ദ്രൻ്റെ സാന്നിധ്യത്തിൽ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു. വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണുക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. ഡിസംബർ 21 തുടങ്ങിയ സപ്താഹയജ്ഞത്തിന് 28 ഞായറാഴ്ചയാണ് സമാപനമായത്. കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണുക്ഷേത്രത്തിൽ ഈ മാസം 21 ഞായറാഴ്ച തുടങ്ങിയ 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനാണ് 28 ഞായറാഴ്ച ഉച്ചയോടുകൂടി സമാപനമായത്. സ്വർഗാരോഹണം, കൽക്കി അവതാരം, ബ്രഹ്മോപദേശം, കലികാല വർണ്ണനം, മാർക്കണ്ഡേയ ചരിതം തുടങ്ങിയവയിൽ പാരായണം നടന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ അയിനപ്പിള്ളി ബാബു ചന്ദ്രശേഖരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഭൂമി, അഗ്നി, വായു, ആകാശം, ജലം, പിന്നെ സമുദ്രം, പെരുമ്പാമ്പ്, കപോത പക്ഷി, പിങ്കള എന്ന് പറഞ്ഞാൽ വിദേഹ നഗരത്തിലെ ഒരു വേശ്യാസ്ത്രീ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേട്ടാളൻ, അമ്പ് കൊണ്ടുവന്നിട്ട് അമ്പ ഇരുന്ന ഒരാൾ, ഒരു ചെറിയ കുമാരി, ഓരോ പക്ഷി, ചന്ദ്രൻ, സൂര്യൻ, സമുദ്രം, ഇങ്ങനെ 24 പ്രകൃതിയിൽ കാണുന്ന എല്ലാം എന്നെ ഓരോരോ പാഠങ്ങൾ പഠിപ്പിച്ചു. പ്രകൃതിയൊക്കെ എനിക്ക് ഗുരുവായിട്ട് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി. 24 ഗുരുക്കന്മാരെ പറഞ്ഞു കൊടുത്തു. മീര അയിനിപ്പിള്ളി സഹ ആചാര്യായിരുന്നു. 1 മണിയോടുകൂടി ഭാഗവത സംഗ്രഹം, മംഗളാരതി സമാപനം, ഭക്തർക്ക് അന്നദാനവുമുണ്ടായി. 100 കണക്കിന് ഭക്തജനങ്ങൾ സമാപന ചടങ്ങിലും അന്നദാനത്തിലും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വള്ളത്തോൾ നഗർ മേലെ വെട്ടിക്കാട്ടിൽ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ വലിയുള്ളാഹി അവരുടെ 2 ദിവസം നീണ്ടുനിന്ന ഉറുദൂസ് ആണ്ട് നേർച്ചയ്ക്കും ദുആ സമ്മേളനത്തിന് സമാപനമായി. സമാപന സമ്മേളനത്തിന് അഷ്റഫ് പള്ളത്തിൻ്റെ പ്രാർത്ഥനയോടെയാണ് തുടക്കം കുറിച്ചത്. ലോകത്തിൻ്റെ അധിക മേഖലകളിലും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന സാദാത്യങ്ങളാണ്, അവരാണ് ഈ മുത്തുമാണിക്യങ്ങൾ എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരണങ്ങളുടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇവർ ബഹ്റൈനിയായിരുന്നു. മഹാനായ അലിയാർ തങ്ങളെപ്പറ്റി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് കയറി വരാനുള്ള കവാടം അത് എൻ്റെ അലിയാർ തങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വെട്ടിക്കാട്ടിരി മഹല്ല ഖത്തീബ് സൈഫുദ്ദീൻ നൂസ്രിസ ആദി വെളിയങ്കോട് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടിരി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറാംഗം താഴപ്ര മൊയ്തീൻകുട്ടി ഉസ്താദ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്തഫ സഖാഫി തെന്നല മതപ്രസംഗം ഗാനത്തിലൂടെ ആലപിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തി. അൻവർ ഷാ തങ്ങൾ ഹൈദ്രോസി, നീലഗിരി നജ്മുദ്ദീൻ തങ്ങൾ തൊണ്ണൂർക്കര, ജാബിർ തങ്ങൾ പാടൂർ, KR മുഹമ്മദ് അൻവരി, അബ്ദുള്ള മുസ്ലിയർ, KM ലത്തീഫ്, സാലിഖ് ഇർഷാദി,
ഭാരവാഹികളായ അബ്ദുൾ റഹ്മാൻ കല്ലേക്കുണ്ടിൽ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KS മുഹമ്മദ് അലി ഹജി കുളമ്പുമുക്ക് സ്വാഗതവും കൺവീനർ ഹംസ മലബാർ വെട്ടിക്കാട്ടിരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്ന വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി കീഴത്തൂർ മേലെ വീട്ടിൽ 80 വയസ്സുള്ള സേതുമാധവനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 2 വർഷം മുൻപ് ഭാര്യ ജാനകി മരണപ്പെട്ടതിനു ശേഷം സേതുമാധവൻ തനിച്ചായിരുന്നു വീട്ടിൽ താമസം. മക്കൾ വിജയകുമാർ, ബിന്ദു, സിന്ധു. പരുത്തിപ്പള്ളി സ്വദേശി സൗദിയിൽ മരിച്ചു. പരുത്തിപ്പള്ളി ചേരാൻകുളങ്ങര മുഹമ്മദ് അലിയുടെ മകൻ 56 വയസ്സുള്ള ഷാഹുൽ ഹമീദാണ് സൗദി അറേബ്യയിലെ അബഹയിൽ മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. ഭാര്യ ഷാജിദ, മക്കൾ ഹയ, ഷാഹിന, ഹൈസം. ഇനി മാറ്റലി നോക്കാം. ഗ്രാമപഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും നേരിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയിരിക്കുന്നത്. NDA SDPI പോലുള്ള കക്ഷികളുമായി കൂട്ടുകൂടിയാൽ നിലവിലെ പല ഭരണസമിതികളും തകർന്നു വീഴുന്ന അവസ്ഥ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭയന്നാണ് നിലവിൽ പല സഖ്യങ്ങളും ഒപ്പം ചേരാത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭരണ സംവിധാനങ്ങളിൽ മാറ്റം പ്രതീക്ഷിക്കാമോ? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. ഈ നമ്മുടെ ഏറ്റവും സാക്ഷര കേരളം, നവോത്ഥാന കേരളം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വർഗീയ ശക്തികളുടെ ആധിക്യം കൂടി വരികയാണ്. പക്ഷേ ഇത് നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടത് ഇവരെങ്ങനെ വളർന്നു എന്ന് ചോദിച്ചാൽ അവർ സ്വയം വളർന്നതല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവസരവാദപരമായി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളർത്തി എന്ന് പറയേണ്ട ഒരവസ്ഥയാണ്. അവരെ സ്വന്തം ലാഭത്തിന് വേണ്ടി വേണ്ട സമയങ്ങളിൽ ഉപയോഗിച്ചു. രഹസ്യമായിട്ടുള്ള പല ധാരണയും എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരു പുനർചിന്തനം നടത്തി അടിസ്ഥാനപരമായി ഒരു വർഗീയ ശക്തികളോടും കൂട്ടുകൂടില്ല, അവരുടെ വോട്ട് വേണ്ട എന്ന നിലപാട് ശക്തമായി സ്വീകരിച്ചിരിക്കൽ നമ്മുടെ കേരളം വീണ്ടും ഒരു സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ വീണ്ടും ഒരു ഭ്രാന്താലയമായി മാറുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ വേണ്ട ജാഗ്രത, ഇനി നേരത്തെ ഉണ്ടായ തെറ്റുകൾ തിരുത്താൻ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ചോദ്യമെങ്കിൽ അതിന് LDFും LDFിലെ പ്രമുഖ കക്ഷിയായിട്ടുള്ള CPMും UDFും UDFിലെ പ്രമുഖ കക്ഷിയായിട്ടുള്ള കോൺഗ്രസും തന്നെ മറുപടി പറയേണ്ടി വരും. അതിലേറ്റവും പ്രാഥമികമായി ഈ വർഗീയ ശക്തികളുടെ വളർച്ചയ്ക്ക് ഉത്തരവാദിത്വം പറയേണ്ടത് CPM ആണ്. കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത് CPM ആണ്. അത് ഒരേ സമയം രാഷ്ട്രീയ കക്ഷിയാണ്, ഒരേ സമയം അതൊരു സാംസ്കാരിക കൂട്ടായ്മയാണ്, അതേസമയം തന്നെ അത് തൊഴിൽദാതാവാണ്. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് CPM. അപ്പോൾ CPM ചെയ്യുന്ന തെറ്റ് ജനാധിപത്യ കക്ഷികളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും വ്യാപകമായി CPM തടയിടുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് കേരളത്തിൽ വർഗീയ കക്ഷികൾക്ക് വേരോട്ടമുണ്ടാകാനുള്ള ഒരു സാഹചര്യം. ഇതിനെ മറികടക്കണമെങ്കിലും CPMും കോൺഗ്രസും തന്നെ വിചാരിക്കണം. അതിൽ ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് എല്ലാ ഗ്രാമാന്തരങ്ങളിലും ജനാധിപത്യ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. കാരണം വർഗീയതയെയും മതഫാസിസത്തെയും ചെറുത്ത് പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഒരേ ഒരു പ്രത്യയശാസ്ത്ര ഉപകരണം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കിയാൽ ഇത്തരം വർഗീയ സംഘടനകളുടെ വളർച്ചയെ തടയാൻ കഴിയും എന്നാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുഹാന്റെ മരണത്തിൽ വിറങ്ങലിച്ച് ചിറ്റൂർ അമ്പാട്ടുപാളയും എരുമങ്ങോട് പ്രദേശം. സുഹാന് നിറമിഴകളോടെ വിട. വഴിയാത്രക്കാർക്ക് മുന്നിൽ ചിരിച്ച് കൊഞ്ചിയ മുഖം വിട ചൊല്ലിയത് അപ്രതീക്ഷിതമായി. സുഹാന്റെ മരണത്തിൽ ദുരൂഹത ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭാരതീയ സംസ്കാരം എന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കുടുംബങ്ങളിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് ഗവർണർ വിശ്വനാഥ് ആർലേക്കർ. ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നതാകണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമെന്നും ഗവർണർ. പാലക്കാട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അതിരുദ്ര മഹായാനം തുടരുന്നു. വാണികുളം വല്ലപ്പുഴ റോഡിൽ വേമ്പലത്ത് പാടത്ത് കണ്ടെയ്നർ തലകീഴായി മറിഞ്ഞു. ലോറി പൂർണ്ണമായും തകർന്നു. ലോറിയിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുള്ളൂർക്കരയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.